ശബരിമലയിൽ കൊള്ള നടത്തിയ CPM കോൺഗ്രസ് കുർവ സംഘത്തിനെതിരെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എംപിയുടെ ഓഫീസിലേക്ക് BJP ബഹുജന മാർച്ച് നടത്തി. കിഴക്കേ നാലുമുക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് MP ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇന്ന് ലോകവ്യാപകമായി ഏവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ 2014, 15, 16, 17 കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ അവിടെ എന്തൊക്കെ നടന്നു? ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കൊടിമരത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ കൊടിമരത്തിലെ സ്വർണം എവിടെ? എല്ലാവരെയും പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ സംഭവത്തിൽ കോൺഗ്രസിനും CPMനുമുള്ള പങ്ക് വളരെ വ്യക്തമാണ്. SIT ആ ദിശയിലേക്ക് അന്വേഷണം വ്യാപകമാക്കണം, വിപുലമാക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. കാരണം CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒന്ന് കേരള ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയാണ്. കേരള ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, CBI അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും CBI അന്വേഷണം വരും. അന്വേഷണം ഈ പറയുന്ന ആറ്റിങ്ങലിൽ ഈ പറയുന്ന MPയുടെ വീട്ടിലേക്കും എത്തും, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്കും എത്തും. അത് ഭയപ്പെടുകയാണ്. അത് ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇനി ആരുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും അടുക്കിലേക്ക് അന്വേഷണം പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് CBI അന്വേഷണം വേണ്ട, ഞങ്ങൾക്ക് മറ്റന്വേഷണമൊന്നും വേണ്ട, ED അന്വേഷണം വേണ്ട. ED ഒരു കേസിന് ഈ കേസിൽ അതിലെ കള്ളപ്പണം സംബന്ധിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തടസ്സം ഉന്നയിച്ചതാരാണ്? കേരള ഗവൺമെൻറ്റാണ്, പിണറായി വിജയനാണ്. BJP നേതാക്കളായ അഡ്വക്കേറ്റ് P. സുധീർ, റജികുമാർ, രാജേഷ് മാധവൻ, തോട്ടക്കാട് ശശി, ഇലകമൺ സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.